എന്തുകൊണ്ട് മുസ്ലിം പള്ളികളിൽ വെള്ളിയാഴ്ച ഇന്ത്യ ജയിക്കാൻ ജുമ ചെയ്തില്ല? അജ്മൽ കസബിനും അഫ്സൽ ഗുരുവിനും യാക്കൂബ് മേമനും ജുമ ചെയ്ത ഇടങ്ങൾ എന്തുകൊണ്ട് സ്വന്തം രാജ്യത്തിനായി ഇത് ചെയ്തില്ല? ഹമാസിനും പാലസ്തീനും യഹിയ സിൻവറിനും ജുമ ചെയ്തവർ എന്തുകൊണ്ട് സ്വന്തം മാതൃരാജ്യത്തിന് ജുമ ചെയ്തില്ല? ലക്ഷദ്വീപിന് വേണ്ടി സേവ് ദ്വീപ് ജുമ ചെയ്തു. കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞപ്പോൾ അതിനെതിരെ ജുമ ചെയ്തു. മുത്തലാഖിനെതിരെ ജുമ, വഖഫിനെതിരെ ജുമ. എന്നിട്ടും എന്തുകൊണ്ട് സ്വന്തം മാതൃരാജ്യത്തിന് ജുമ ചെയ്തില്ല? നാളെ മെയ് 11 ഞായറാഴ്ച ഇന്ത്യയിലെ എല്ലാ പള്ളികളിലും ക്രിസ്ത്യാനികൾ ഇന്ത്യ യുദ്ധം ജയിക്കാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് നുസ്രത് ജഹാൻ മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ പ്രതികരിക്കുകയാണ് ഇപ്പോൾ. അതെ, അതാണ് ഈ വെള്ളിയാഴ്ചകൾ എന്ന് പറയുന്നത് പള്ളിയിൽ തീരുമാനിക്കുന്നതാണ്. എന്താണ് ചുറ്റുവട്ടത്തും എന്താണ് പ്രയാസങ്ങള്, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. പ്രാർത്ഥനകളും പ്രത്യേക പ്രാർത്ഥനകളും, ആരോ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പ്രാർത്ഥിക്കുക, അതൊക്കെയാണ് ആ ഒരു സിസ്റ്റം, അങ്ങനെയാണ്. പക്ഷെ ഈ വെള്ളിയാഴ്ച ഞാൻ പ്രതീക്ഷിച്ചു ഈ വെള്ളിയാഴ്ച യുദ്ധമുഖത്ത് നിൽക്കുമെങ്കിലും സ്വന്തം രാജ്യത്തിന് വേണ്ടി ഒരു പ്രാർത്ഥന എല്ലാ പള്ളിയിലും ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച പഹൽഗാമിൽ അറ്റാക്ക് ചെയ്ത് 26-29 ആൾക്കാർ മരിച്ച ആ ജനങ്ങൾക്ക് വേണ്ടി ഭീകരരെ ആക്രമിച്ച അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയോ എന്തെങ്കിലും ഉണ്ടാവും? ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ലക്ഷദ്വീപിന് വേണ്ടി കരഞ്ഞു. അവിടെ മാംസവും ഭക്ഷണവും കൊടുക്കണ്ട കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിന് വേണ്ടി ലക്ഷദ്വീപിന് വേണ്ടി എത്ര ആൾക്കാർ ഇറങ്ങി. അതേപോലെ പള്ളികളിൽ പ്രാർത്ഥന സേവ് ലക്ഷദ്വീപ്, അവർക്ക് പ്രാർത്ഥിക്കാനുണ്ടായി. ഹമാസിന്, യഹിയ സിൽവറിന് വരെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാം സ്വന്തം രാജ്യത്തെ പട്ടാളക്കാർ ഇത്രയും കഷ്ടപ്പെട്ട് യുദ്ധമുഖത്ത് നിൽക്കുമ്പോ ഇപ്പോഴും മതേതരം പറഞ്ഞ് വർഗീയതയും രണ്ടും ഒരേ മുഖം തന്നെ ആയാല് എങ്ങനെ ശരിയാവണേ? അപ്പൊ അത് ചോദിക്കണല്ലോ. നാളെ ക്രിസ്ത്യൻ പള്ളിയിൽ ഇപ്പൊ നാളത്തെ പ്രാർത്ഥന എല്ലാം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഗതി ഇല്ലാത്ത എന്താ? അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ രാജ്യത്തിനാണോ മതത്തിനാണോ അല്ല മതമാണോ ഇവിടെ ഭീകരവാദം നടത്തിയെന്നുള്ളത് അപ്പൊ മനസ്സിലാവും. ഇവര് അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാല് പാകിസ്ഥാൻ അതെ, ഇത് മുമ്പ് പറഞ്ഞതുപോലെ ലക്ഷദ്വീപിന് വേണ്ടി സേവ് ലക്ഷദ്വീപിന് വേണ്ടിയിട്ട് പ്രാർത്ഥന നടത്തി. ലക്ഷദ്വീപ് നമ്മുടെ സ്വന്തം രാജ്യത്തുള്ള ഒരു രാജ്യത്തിൻ്റെ ഭാഗമാണ്, അങ്ങനെ വിചാരിക്കാം. പക്ഷേ യഹിയ സിൻവാറിനും അതുപോലെ തന്നെ പലസ്തീനും ഗാസയ്ക്കും ഹമാസിനും ഒക്കെ വേണ്ടിയിട്ട് വലിയ പ്രാർത്ഥനകൾ ജുമാ നിസ്കാരത്തിൽ നടത്തുകയും വലിയ നീണ്ട പ്രസംഗങ്ങൾ നടത്തുകയൊക്കെ ചെയ്തു. പക്ഷേ സ്വന്തം രാജ്യം യുദ്ധമുഖത്തല്ല, യുദ്ധത്തിലേർപ്പെട്ട് സമയത്ത് ഒരു പ്രാർത്ഥന നടത്താതിരുന്നത്, അതുകൊണ്ട് അതിനകത്ത് അർത്ഥമാക്കുന്നത് ഇത് ഇസ്ലാമിക രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു യുദ്ധം എന്ന നിലയിലാണോ പ്രതികരിക്കാതിരിക്കുന്നത്? തീർച്ചയായിട്ടും അതന്നെ ഉണ്ടാവുള്ളൂ. ഉള്ളിലൊന്നും പുറത്തൊന്നുമാണല്ലോ. നമ്മളിവിടെ ആൾക്കാർ എന്താ പറയണേ? മതേതരം എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിലെ മതേതരം എന്ന് പറഞ്ഞാൽ എന്താ? മുസ്ലിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്താൽ അത് മതേതരം, ഹിന്ദുവിനെ സപ്പോർട്ട് ചെയ്താൽ അത് വർഗീയത. ഞാനൊക്കെ അനുഭവിക്കുന്നതാ, എല്ലാരും നിങ്ങളൊക്കെ കാണുന്നുണ്ടാവും. അപ്പൊ ആ മതേതരത്തിന്റെ അർത്ഥാണ് ഇപ്പോൾ അവര് കാണിച്ചത്. ഇസ്ലാമിക രാജ്യത്തിന് ജിഹാദിന് വേണ്ടി അവര് ഇസ്ലാമിന് വേണ്ടി അള്ളാന്ന് പറഞ്ഞിട്ട് അവര് യുദ്ധം ചെയ്യണം. അവർക്കെതിരെ പറയാൻ അവരെ കൊണ്ടാവൂല. അവർക്കെതിരെ പറയുമ്പോ ഇന്ത്യക്കെതിരെ പറയണം. അപ്പം മിണ്ടാണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. അതായത് ഈ യുദ്ധം പാകിസ്ഥാനെതിരെ ഉള്ള യുദ്ധമാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, പാകിസ്ഥാനിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ ശരിക്കും ഇന്ത്യയിൽ വേദനിക്കുന്ന മുസ്ലിങ്ങളുണ്ടോ? ഇന്ത്യയിൽ വേദനിക്കുന്ന മുസ്ലിങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. ദേശീയതയുള്ള മുസ്ലിങ്ങളുണ്ട്. ഇവര് പരിഹസിക്കല്ലോ ദേശീയ മുസ്ലിം. ഇപ്പൊ സൂഫികളെ ഇവരെ ഇതിലൊന്നും പെടില്ല. ഇവര് ഹിന്ദുക്കളായിട്ടാ പറയണത്. നിസാമുദ്ദീൻ ദർഗയിൽ നല്ല പ്രാർത്ഥന ഉണ്ടായി സ്വന്തം രാജ്യത്തിന് വേണ്ടി. അത് അപ്പൊ ഈ എല്ലാരും അതിന് കൂട്ടാൻ നമുക്ക് പറ്റില്ല. അവിടെ സർവ്വ മതങ്ങളും വരുന്ന ഒരു അതെ, എല്ലാവരെയും കൂട്ടാൻ പറ്റില്ല. ഇപ്പൊ പറഞ്ഞ പോലെ നിസാമുദ്ദീൻ ദർഗയിൽ പ്രാർത്ഥന ഉണ്ടായി. എനിക്ക് തോന്നുന്നു നിസാമുദ്ദീൻ ദർഗ ഡൽഹിയിലാണ്. ഡൽഹിയിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായി. നിസാമുദ്ദീൻ ദർഗ എന്തുകൊണ്ട് ഇന്ത്യയിലും കേരളം മുഴുവനും ആവർത്തിക്കുന്നില്ല? ആവർത്തിക്കാൻ അവരെ കൊണ്ടാവില്ല. അവർക്ക് മതേതരം പറയുന്നത് രണ്ട് മുഖം വെച്ചിട്ട് തന്നെയാണ്. കാരണം ഇസ്ലാമിക ജിഹാദാണ് അവര് പറയണത്. പക്ഷെ നിസാമുദ്ദീൻ ദർഗയിൽ ഉണ്ടായിരുന്ന ആള്, നമ്മൾ അവിടുത്തെ ഖബറിൽ കിടക്കുന്ന ആള് എന്ന് പറയുന്നത് ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ എന്ന് പറയുന്നത് 7
ഡൽഹി സുൽത്താനേറ്റ്സ് ഭരിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അമീർ ഖുസ്രു എന്ന് പറഞ്ഞ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു ഡൽഹി സുൽത്താനേറ്റ്സിന്റെ. അയാളായിരുന്നു അയാളുടെ സെക്രട്ടറി ആയിരിക്കുന്നത്. എന്നിട്ട് പോലും ഒരു രാജാവിനെ കാണാനോ ഇവരുടെ ഒന്നും അംഗീകരിക്കാത്ത ആളായിരുന്നു നിസാമുദ്ദീൻ ഔലിയ. അപ്പൊ നിസാമുദ്ദീൻ ഔലിയനെ കേരളത്തിലുള്ള മതേതരൊന്നും അംഗീകരിക്കുന്നില്ല കേട്ടോ. ഈ ജമാഅത്ത് ഇസ്ലാമി പിന്നെ വഹാബികളൊന്നും അംഗീകരിക്കില്ല. അവര് പറയുന്നത് ഇത് ശിർക്കാണ്. ഇപ്പൊ ഹിന്ദുക്കളോട് പറയണ തന്നെയാണ് അവിടെ പോണവരോടും അവര് പറയാ. നിസാമുദ്ദീൻ ഔലിയാന്ന് നാളെ നുസ്രത്ത്, നാളെ ഇപ്പം ഞായറാഴ്ചയാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിക്കുന്നിടത്തോളം ഞായറാഴ്ച കുർബാനകൾക്കാണ് ലോകമാകെ പള്ളിയിൽ സമ്മേളിക്കുന്നത്. അത് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല, ലോകമാകെ ക്രിസ്ത്യാനികൾ ഞായറാഴ്ച കുർബാനകളിൽ എല്ലാ വിഭാഗക്കാരും സമ്മേളിക്കുന്നു. അപ്പോൾ ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെല്ലാം നാളെ പള്ളിയിൽ കൂടി രാജ്യത്തെ ഇന്ത്യക്ക് വേണ്ടിയിട്ടും രാജ്യത്തെ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ടും നാളെ പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഇതുപോലുള്ള ഒരു രീതി എല്ലാ പള്ളികളിലും മതവ്യത്യാസമില്ലാതെ ആരാധനാലയങ്ങളിലും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതില്ല. ദൈവങ്ങൾക്ക് ഒരു ശക്തിയുണ്ട് എങ്കിൽ ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും കൂടത്തിൽ അവരെ അതിനുവേണ്ടി യുദ്ധം ചെയ്യുന്നവരെ വിജയിപ്പിക്കണം എന്ന് പ്രാർത്ഥിക്കേണ്ടതല്ലേ? അതെ, അവര് പ്രാർത്ഥിക്കുന്നതിന് പകരം അതില് വന്ന ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോഴത്തെ കമന്റ് നിന്റെ അമ്പലത്തിലെ ദൈവങ്ങളോട് പ്രാർത്ഥിക്കാൻ എന്നാ പറയുന്നത്. അപ്പൊ അത്ര പോലും ദേഷ്യത്തിൽ ഇതൊന്നും വിവരമില്ലാത്തവരും ഫേക്ക് ഐഡി ഒന്നല്ല. ഇവരെ സൈബർ പോരാളികൾ വരെ അങ്ങനെ പറഞ്ഞിട്ടല്ലേ പറയുന്നത്. നിങ്ങളെ ദൈവങ്ങൾ മതി, ഒരള്ളാനോട് പറയണ്ട, അത്രേ ഉള്ളൂ. ഇസ്ലാമിക ജിഹാദ് ഉണ്ടാക്കുക. ഇസ്ലാം പൂർണ്ണമാവണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കണം. അതാണ് ഇപ്പോൾ ഒരു ഉദ്ദേശിക്കുന്നത്. അത് പാകിസ്ഥാനിൽ തുടങ്ങിയിരിക്കും. ചുറ്റിനുമായല്ലോ. ബാക്കിയെല്ലാം ഇതാക്കി വെക്കുമ്പോ അത് കേരളം ആ ഒരു താലിബാനായും പാകിസ്ഥാനായും പോവാണ്ടിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കുറച്ച് ഈ മതപരമായിട്ടുള്ള കുത്തിത്തിരിപ്പുകൾ ഈ സമയത്ത് പാകിസ്ഥാനിൽ ഉണ്ടാകുന്നുണ്ട്. പാകിസ്ഥാന്റെ ദേശീയ പത്രമായിട്ടുള്ള ദി ഡോൺ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇറക്കിയൊരു വാർത്തയുണ്ട്. അത് ഇപ്രകാരമാണ്: നരേന്ദ്രമോദി ജർമ്മനിയിലെ നാസിസത്തിൻ്റെ പകർപ്പാണ്. ഇത് നാസിസത്തിൻ്റെ തുടർച്ചയാണ്. മാത്രവുമല്ല, നരേന്ദ്രമോദിക്ക് ഇത്തരമുള്ള ആശയങ്ങൾ മുസ്ലിങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ള വംശീയ ഉന്മൂലനത്തിൻ്റെ ആശയം ലഭിച്ചത് ഒരു മാസം മുമ്പ് അദ്ദേഹം RSSന്റെ ആസ്ഥാനം സന്ദർശിച്ചിരുന്നു. അവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം പാകിസ്ഥാനെ ആക്രമിക്കുവാൻ ഉണ്ടായത് എന്ന് പാകിസ്ഥാനി ദേശീയ പത്രം ദി ഡോൺ റിപ്പോർട്ട് ചെയ്യുകയാണ്. മാത്രവുമല്ല, വീർ സവർക്കറുടെ ആശയമാണ് മുസ്ലിങ്ങൾക്ക് എതിരായിട്ടുള്ള കാശ്മീരിലെ നീക്കം. കാശ്മീരിൽ ഒരു വിഭാഗത്തെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് വീർ സവർക്കറുടെ ആശയവും വാക്കുകളുമാണ്. ഇത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പാക് പത്രം മോദിക്കെതിരെ ഒരു വാർത്ത ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് എന്താണ് പറയുവാനുള്ളത്? മോദിക്ക് എതിരെ അവര് പത്രങ്ങളിൽ അങ്ങനെ കൊടുക്കാനും ഇവിടുത്തെ മുസ്ലിങ്ങളെ പ്രൊവോക്ക് ചെയ്യാനും വരെ ഇന്നത്തെ ഫോറിൻ സെക്രട്ടറി തന്നെ പ്രൊവോക്കിംഗ് ആൻഡ് എസ്കലേറ്റിംഗ് ആ വേർഡാ യൂസ് ചെയ്തത്. പ്രൊവോക്കിംഗ്, അത് ഇന്ത്യൻ മുസ്ലിങ്ങളെ ആക്ച്വലി പ്രൊവോക്ക് ചെയ്യണേ ഇതുപോലെയുള്ള ബുദ്ധിയില്ലാത്തതിന്. അപ്പൊ ഇത് പറയുമ്പോ എന്തായി? നരേന്ദ്രമോദി RSSന്റെ അജണ്ട ഉണ്ടാക്കാൻ, ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടിയാണെന്നുള്ള ഇവരെ പറഞ്ഞ് കുത്തി ഏൽപ്പിച്ച് പള്ളികളിലും പറഞ്ഞു കൊടുക്കണത് തന്നെയായിരുന്നു. അതാണ് വഖഫ് വന്നപ്പോ CA വന്നപ്പോ NRC വന്നപ്പോ പള്ളികളിൽ പറഞ്ഞതാ ഇസ്ലാമിക രാഷ്ട്രം ഇസ്ലാമിന്റെ സ്വത്തൊക്കെ മോദി പിടിച്ചടക്കും, ഹിന്ദുവിന്റെ ആവും, വഖഫിന്റെ. അങ്ങനെയാണ് 2 ആഴ്ച മുമ്പ് പള്ളിയിൽ ക്ലാസ് ഉണ്ടായത്. അവിടെ പോണോലെ നമുക്ക് അറിയാലോ, നമ്മൾ പോകുന്നില്ലെങ്കിലും. എന്താണെങ്കിലും ഈ പാക് ദേശീയ പത്രവും ഒരു മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് അവിടുത്തെ ദേശീയ വികാരമാണ്. ഈ ദേശീയ വികാരം മോദിയെക്കുറിച്ച് കണ്ട സ്വപ്നത്തെക്കുറിച്ച് ഒരു വാക്കിൽ ഒരു ഉത്തരം പറയാമോ? രാഷ്ട്രം തീവ്രവാദികളിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു രാഷ്ട്രത്തിനെയാണ് മോദി സ്വപ്നം കണ്ടത്. അവര് പറയും പോലെ ഒരു മാസം മുമ്പ് സർസൻ ചാലകിനെ പോയി കാണേണ്ട ആവശ്യം ഇതിൽ പറയണ്ടല്ല. മോദി 14 വയസ്സ് തൊട്ട് സ്വയം സേവകനാ. അയാൾ സ്വയം സേവകനായിട്ട് തന്നെയാണ് ഈ ലോകത്തിനോട് നമ്മളോട് എന്നും പറഞ്ഞിട്ടുള്ളതു. അത് അയാൾ നടപ്പിലാക്കൂ. ഈ ഭാരതത്തിന് എന്ത് നീതിയാണോ അഖണ്ഡ ഭാരതം എന്ന നീതി തന്നെ അദ്ദേഹം നടപ്പിലാക്കും എന്നുള്ളത് തന്നെയാണ് നമ്മളെയൊക്കെ പ്രതീക്ഷ. താങ്ക് യു വെരി മച്ച്.